വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന സെറ്റ് പൊളിറ്റിക്കൽ സയൻസ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസുകളാണ്. നമുക്കറിയാം നമ്മുടെ സിലബസിൽ 6 യൂണിറ്റ്സുകളാണുള്ളത്. ഈ 6 യൂണിറ്റ്സുകളുമായിട്ട് ബന്ധപ്പെടുത്തി നിരവധി മൊഡ്യൂൾസുകളുമുണ്ട്. അപ്പോൾ നമ്മൾ 6 യൂണിറ്റ്സുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ മൊഡ്യൂൾസുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ക്ലാസ് ആണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പൊ നമുക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ യൂണിറ്റ് 1 ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഡിസ്ക്രൈബ്ഡ് ഡെമോക്രസി ആസ് ദ ടിറനി ഓഫ് മെജോറിറ്റി? ഇവിടെ ജനാധിപത്യത്തെ ടിറനി ഓഫ് മെജോറിറ്റി എന്ന് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ എ ജെ റൂസോ, ഓപ്ഷൻ ബി ജോൺ ഡണ്ണിങ്, ഓപ്ഷൻ ഡി ഡാക്വെല്ല്, ഓപ്ഷൻ ഡി ജെയിംസ് മാഡിസൺ. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡി ഡാക്വെല്ലോ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ എന്താ പറയുന്ന എക്സ്പ്ലനേഷൻസിലൂടെ ഒന്ന് കടന്നു പോകാം. ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി വന്നിട്ട് സി എന്താ? ഡി ഡാക്വെല്ലോ ഇസ് ദ കറക്റ്റ് ആൻസർ. അദ്ദേഹം ഒരു ഫ്രഞ്ച് പൊളിറ്റിക്കൽ തിങ്കറും ഹിസ്റ്റോറിയനും ആയിരുന്നു ഡി ഡാക്വെൽ എന്ന് പറയുന്നത്. ആൻഡ് ഹിസ്റ്റോറിയൻ അലക്സ് ഡി ഡാക്വെൽ, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് അലക്സ് ഡി ഡാക്വെല്ലോ എന്നായിരുന്നു. അദ്ദേഹം ഫേമസ്ലി പോപ്പുലറൈസ് ആൻഡ് അനലൈസ് ദ ഫ്രേസ്, അദ്ദേഹം കൊണ്ടുവന്ന് വളരെ ഫേമസ് ആയിട്ടുള്ളതും എന്നാൽ വളരെ പോപ്പുലറൈസ് ആയിട്ടുള്ള അദ്ദേഹം അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രേസ് ആണ് ടിറനി ഓഫ് മെജോറിറ്റി, ഭൂരിപക്ഷത്തിന്റെ ജനാധിപത്യം എന്നറിയപ്പെടുന്ന ഒരു പദം, ഒരു എന്താ പറയുന്ന ഒരു ഫ്രേസ്. അദ്ദേഹത്തിന്റെ ഒരു സെമിനൽ വർക്ക് ആയിട്ടുള്ള 1835 പുറത്തിറങ്ങിയ ഡെമോക്രസി ഇൻ അമേരിക്ക എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഈ ഒരു ഫ്രേസ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ്? ടിറനി ഓഫ് മെജോറിറ്റി. അദ്ദേഹം ഈ ഒരു ഫ്രേസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്രയുമാണ്: ഈ യൂസ് ഇറ്റ് ടു ഡിസ്ക്രൈബ് ആൻ ഇൻഹെറിറ്റന്റ് വീക്ക്നെസ് ഇൻ മെജോറിറ്റി റൂൾ. അതായത് ഭൂരിപക്ഷ ഭരണത്തിൽ അന്തർലീനമായിരിക്കുന്ന ആ ബലഹീനതകൾ അല്ലെങ്കിൽ ആ വീക്ക്നെസ്സുകളെ കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചു. എങ്ങനെയാണ് ആ വീക്ക്നെസ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറയാൻ ശ്രമിച്ചു. വേർ ദ ഡോമിനന്റ് ഇലക്ട്രോറൈറ്റ് ക്യാൻ അബ്യൂസ് ഇറ്റ്സ് വോട്ടിംഗ് പവർ ടു മാർജിനലൈസ് ആൻഡ് ഒപ്രസ് മൈനോറിറ്റി ഫാക്ഷൻസ്. അത് ഭൂരിപക്ഷ ഭരണത്തിൽ അന്തർലീനമായിരിക്കുന്ന ആ വീക്ക്നെസ്സുകൾ എന്ന് പറയുന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇവിടെ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ വളരെ പ്രബലന്മാരായ വോട്ടർമാര്, വളരെ ഡോമിനന്റ് ആയിട്ടുള്ള ഇലക്ട്രോറൈറ്റ്സ് ക്യാൻ അബ്യൂസ് ഇറ്റ്സ് വോട്ടിംഗ് പവർ, അവരവരുടെ വോട്ടിംഗ് പവറിനെ അബ്യൂസ് ചെയ്യുന്നു. അതെങ്ങനെയാണ് അവർ അബ്യൂസ് ചെയ്യുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങളെ അവർ എന്ത് ചെയ്യുന്നു? പാർശ്വവൽക്കരിക്കുന്നു. വോട്ടിംഗ് പവർ ടു മാർജിനലൈസ് ആൻഡ് ഒപ്രസ് ദ മൈനോറിറ്റി ഫാക്ഷൻസ്, ന്യൂനപക്ഷ വിഭാഗങ്ങളെ പാർശ്വവൽക്കരിക്കുകയും അടിച്ചമർത്തുകയും അങ്ങനെ അവരുടെ വോട്ടിംഗ് പവറിനെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡാക്വെല്ലി അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പോപ്പുലറൈസ് ആയിട്ടുള്ള ഒരു ഫ്രേസ് ആയിട്ടുള്ള ടിറനി ഓഫ് മെജോറിറ്റി എന്നറിയപ്പെടുന്ന ഫ്രേസിനെ 1835 അദ്ദേഹത്തിന്റെ ഡെമോക്രസി ഓഫ് അമേരിക്ക എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടി കടന്നു പോകാം. ദ പ്ലേസ് ദ ക്രിഡോ ഓഫ് റിലവൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ക്രിഡോ റിലവൻസ് എന്ന പ്ലേസ് എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്? സോ ബിഹേവിയർ റെവല്യൂഷൻ ആണോ, ചൈനീസ് റെവല്യൂഷൻ, പോസ്റ്റ് ബിഹേവിയർ റെവല്യൂഷൻ, ദ റഷ്യൻ റെവല്യൂഷൻ? സോ ദ കറക്റ്റ് ആൻസർ പോസ്റ്റ് ബിഹേവിയർ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് ഈ ക്രിഡോ റിലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം. ക്രിഡോ റിലവൻസ് എന്ന് പറയുന്നത് പോസ്റ്റ് ബിഹേവിയർ ക്രിഡോ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡേവിഡ് ഈസ്റ്റൺ ആണ് ഈ ഒരു പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഈ 1969 അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിലായിരുന്നു. പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടന്നു 1969 ഇൻ അമേരിക്കയിൽ. അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷന്റെ ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടന്നു 1969. ഈ 1969 അമേരിക്കയിൽ നടന്ന പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷനിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഡേവിഡ് ഈസ്റ്റൺ തന്റെ ഈ ഒരു പദമായ ക്രിഡോ റിലവൻസ് എന്ന കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് മാർക്കറ്റ് ദ ഷിഫ്റ്റ് ഫ്രം വാല്യൂ ഫ്രീ ടെക്നിക് ഓറിയന്റഡ് ആയിട്ടുള്ള ബിഹേവിയർ റെവല്യൂഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് മോർ അപ്ലൈഡ് ആയിട്ടുള്ള വാല്യൂ ലോഡഡ് ആയിട്ടുള്ള സോഷ്യൽ റെലവന്റ് അപ്രോച്ച് കൊണ്ടുവരികയുണ്ടായി. ഈസ് നോൺ ആസ് ദ പോസ്റ്റ് ബിഹേവിയർ റിവ്യൂ ഓഫ് ദി റിസർച്ച്. ആക്ച്വലി ഒരു റിസർച്ച് ജേർണലിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പൊ ഇതിലൂടെ അദ്ദേഹം 2 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ മുന്നോട്ട് വെച്ചു. ക്രിഡോ ഈസ് സമറൈസ്ഡ് ബൈ 2 മെയിൻ സ്ലോഗൻ. ക്രിഡോ എന്ന് പറയുമ്പോൾ അദ്ദേഹം അർത്ഥമാക്കുന്ന 2 സ്ലോഗൻസുകളാണ്. ഒന്ന്, സബ്സിസ്റ്റൻസ് ഓവർ ടെക്നിക്സ്, സബ്സിസ്റ്റൻസ് ഓവർ
ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ദ പർപ്പസ് ഓഫ് റിസർച്ച് മാറ്റർ മോർ ദാൻ ദ മെത്തേഡ് നല്ല പ്രാധാന്യം കൊടുത്ത് റിസർച്ച് മാറ്ററിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയിട്ടുള്ളത്. ദെൻ ആക്ഷൻ ആൻഡ് റിലവൻസ് എന്ന് പറയുമ്പോൾ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഷുഡ് ബി റിലവൻറ്റ്. നമ്മൾ ആക്ച്വലി ഒരു റിസർച്ച് ടോപ്പിക് എടുക്കുമ്പോൾ സോഷ്യൽ ഇഷ്യൂസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുക്കുക. ഈ സോഷ്യൽ ഇഷ്യൂസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ ദാറ്റ് ലീഡ് ടു ദ ആക്ഷൻ ആൻഡ് ആക്ഷൻ സയൻസ് എന്നാണ് അദ്ദേഹം ഈ ക്രിഡോ റിലവൻസ് എന്ന കോൺസെപ്റ്റ് കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ ഇനി നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് കൂടെ ഒന്ന് കടന്നു പോകാം. ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് പൊളിറ്റിക്കൽ തോട്ട് എന്നറിയപ്പെടുന്ന അടുത്ത നെക്സ്റ്റ് നമ്മുടെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ സ്റ്റേറ്റ് റിഫ്ലക്ട് TH ഗ്രീനിന്റെ വ്യൂ പോയിന്റ് അനുസരിച്ച് അദ്ദേഹം സ്റ്റേറ്റിനെ റിഫ്ലക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ, ദ സ്റ്റേറ്റ് ഈസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നസ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എയിൽ അദ്ദേഹം എന്താ പറയുക? സ്റ്റേറ്റ് ഈസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നസിന്റെ ഒരു പ്രോഡക്റ്റ് അല്ല സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഈസ് നോട്ട് എ ലിമിറ്റഡ് വിത്തിൻ. സ്റ്റേറ്റ് ഈസ് നോട്ട് എ ലിമിറ്റഡ് വിത്തിൻ എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് പരിമിതപ്പെടുത്തുന്നതല്ല സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നസിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഈസ് നോട്ട് എ ലിമിറ്റഡ് ഫ്രം വിത്തൗട്ട്. സ്റ്റേറ്റ് പുറത്തു നിന്ന് പരിമിതപ്പെടുത്തുന്നതല്ല സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഈസ് നോട്ട് എ ലിമിറ്റഡ് ഫ്രം വിത്തൗട്ട്. ഓക്കെ. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലെ. സ്റ്റേറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നസ്. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ കോൺഷ്യസ്നസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ദ സ്റ്റേറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നസ് അക്കോർഡിംഗ് ടു ഗ്രീൻ. അദ്ദേഹത്തിന്റെ ഫേമസ് ഫിലോസഫിക്കൽ ഡിഡക്ഷൻ ആണ് എന്തെന്ന് അർത്ഥമാക്കുന്നത് ഈ ഒരു വ്യൂ പോയിന്റ്. അദ്ദേഹം പറഞ്ഞു ഹ്യൂമൻ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് റിക്വയർ ദ ലിബർട്ടി. ഹ്യൂമൻ കോൺഷ്യസ്നസ് എന്ത് വേണം? ലിബർട്ടി വേണം. ലിബർട്ടി എവിടെ നിന്ന് വരുന്നു? റൈറ്റ്സിൽ നിന്ന് വരുന്നു, മനുഷ്യന്റെ അവകാശങ്ങളിൽ നിന്ന് വരുന്നു. ദാറ്റ് ഡിമാൻഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ മനുഷ്യന്റെ അവകാശങ്ങളിൽ നിന്നാണ് സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. ദാറ്റ് മേക്കിംഗ് സ്റ്റേറ്റ് ആൻഡ് ഔട്ട്കം ഓഫ് മോറൽ ആൻഡ് സോഷ്യൽ കോൺഷ്യസ്. അപ്പോൾ മനുഷ്യന്റെ മോറൽ ഔട്ട്കംസിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യന്റെ കോൺഷ്യസ്നസ്സിൽ നിന്നും ബോധതലത്തിൽ നിന്നും ധാർമ്മിക ബോധത്തിൽ നിന്നും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് എന്തെന്ന് പറയപ്പെടുന്നത്? സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ ലിബർട്ടിയും റൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസിയെ കുറിച്ച് അദ്ദേഹം എടുത്ത് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി ഒന്ന് കടന്നു പോകാം. അടുത്ത മാച്ച് ദ ഫോളോയിങ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോയിങ് എനിക്ക് തോന്നുന്നു ഏകദേശം 2-3 എണ്ണം ചോദിക്കാറുണ്ട് പല യൂണിറ്റ്സുകളുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പൊ നമുക്ക് ഇവിടെ ഇവിടുത്തെ ഉള്ള ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കടന്നു പോകാം. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നോക്കാം. ഗെയിം തിയറി, ഡിസിഷൻ മേക്കിംഗ് തിയറി, സിസ്റ്റം തിയറി, കമ്മ്യൂണിക്കേഷൻ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസറിലേക്കും കൂടെ കടന്നു പോകാം. ഓപ്ഷൻസ് നോക്കും. ഓലെ ഹോൾസ്റ്റി, മാർട്ടിൻ ഷുബാക്ക്, മോറൻ കാപ്ലൻ, കാൾ ഡസ്റ്റ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് മാച്ച് ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക്? അപ്പൊ ഇവിടുത്തെ ഗെയിം തിയറി ആരുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു അറിയാം? മാർട്ടിൻ ഷുബ്നിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. മാർട്ടിൻ ഷുബ്നിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു തിയറിയാണ് ഏതെന്നറിയപ്പെടുന്നത്? ഗെയിം തിയറി. ബാക്കിയൊക്കെ തിയറിയൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മാർട്ടിൻ ഷുബ്നിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന തിയറിയാണ് ഗെയിം തിയറി. അപ്പോൾ ഓപ്ഷൻ എ വന്നിട്ട് 2 ആണ്. കണ്ട, A2. അപ്പോൾ A2 രണ്ടെണ്ണത്തിലുണ്ട്. എങ്കിലും നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കൂടെ ഒന്ന് നമുക്ക് നോക്കി പോകാം ഏതാണെന്നുള്ളത്. അപ്പോൾ ഗെയിം തിയറി വന്നിട്ട് മാർട്ടിൻ ഷുബിൻക്കാണ്. ദെൻ വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ തിയറി എല്ലാവർക്കും പറയാം, വളരെ ഈസി തിയറിയാണ്. ഏതാ? കാൾസ് ഡച്ച് അല്ലേ? അപ്പൊ D4 അല്ലേ അർത്ഥമാക്കുന്നത്? അപ്പൊ A2 വന്നു, D4 വന്നു. അപ്പോൾ ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് എവർക്കും അറിയാം. എങ്കിലും ഞാൻ എല്ലാം കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്കും കൂടെ കടന്നു പോകാം. ഗെയിം തിയറി മാർട്ടിൻ ഷുബിക്കാണ്. ഡിസിഷൻ മേക്കിംഗ് തിയറി ഓലെ ഹോൾസ്റ്റി ആണ്. സിസ്റ്റം തിയറി മാർട്ടിൻ കാപ്ലൻ ആണ്. കമ്മ്യൂണിക്കേഷൻ തിയറി കാൾസ് ഡസ്റ്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് നോക്കാം. ഗെയിം തിയറി മാർട്ടിൻ ഷുബിക്ക്, ഡിസിഷൻ മേക്കിംഗ് ഓലെ ഹോൾസ്റ്റി, സിസ്റ്റം തിയറി മോർട്ടൻ കാപ്ലൻ, കമ്മ്യൂണിക്കേഷൻ തിയറി കാൾസ് ഡസ്റ്റ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. അതിൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വരുന്നതാണ്. സിസ്റ്റം തിയറി മോർട്ടൻ കാപ്ലനും പഠിച്ചു പോവുക. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി ക്യാമ്പ് ഡേവിഡ് 1978 റിലേറ്റഡ് ടു. ഈ ക്യാമ്പ് ഡേവിഡ് എന്ന് പറയുന്നത് 1978 നടന്നൊരു സംഭവമാണ്. ഇതെന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു? ക്യാമ്പ് ഡേവിഡ് 1978 ഈസ് റിലേറ്റഡ് ടു പീസ് ഇൻ സൗത്ത് ഏഷ്യ ആണോ? യൂറോപ്യൻ, ഓപ്ഷൻ ബി യൂറോപ്യൻ പീസിനെയാണോ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി പീസ് ഇൻ ലാറ്റിൻ അമേരിക്ക ആണോ അറിയപ്പെടുന്നത്? ഇല്ലെങ്കിൽ ഓപ്ഷൻ ഡി പീസ് ഇൻ വെസ്റ്റ് ഏഷ്യ ആണോ എന്തെന്നറിയപ്പെടുന്നത്? ക്യാമ്പ് ഡേവിഡ് 1978 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് ഒന്ന് കടന്നു പോകാം. ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയപ്പെടുന്ന പീസ് ഇൻ വെസ്റ്റ് ഏഷ്യയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? പീസ് ഇൻ വെസ്റ്റ് ഏഷ്യയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്ന് നോക്കി പോകാം. ഇനി നമുക്ക് ഞാനൊരു ചെറിയ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോട്ടെ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് അടിക്കും, ഗെയിം തിയറി ആക്ച്വലി കൊണ്ടുവന്ന മാർട്ടിൻ ഷുബിൻക് ആണോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ആക്ച്വലി നമ്മുടെ ഗെയിം തിയറി യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് ജോൺ നോൺ ന്യൂമാനും ഓസ്കാർ മോർഗൻസ്ട്രൈനുമാണ് കേട്ടോ. അത് പഠിച്ചെടുക്കണം. കാര്യം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റാതെ പഠിക്കണം. അപ്പൊ ഗെയിം തിയറി ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് ആരാന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു കോയിൻ ചെയ്ത് ആരും ചോദിക്കുമ്പോൾ ആരാ? ജോൺ വോൺ ന്യൂമാനും ഓസ്കർ മോർഗൻസ്ട്രെയിനുമാണ്. ജോൺ വോൺ ന്യൂമാനും മോർഗൻ മോൺസ്ട്രെയിനും കോ ഫൗണ്ടഡ് മോഡേൺ ഗെയിം തിയറി വിത്ത് ദെയർ ലാൻഡ്മാർക്ക് ബുക്ക് ആയിട്ടുള്ള 1944 പുറത്തിറങ്ങിയ തിയറി ഗെയിംസ് ആൻഡ് എക്കണോമിക്കൽ ബിഹേവിയർ എന്നറിയപ്പെടുന്ന തിയറിയിലാണ് കൊണ്ടുവന്നത്. പക്ഷേ മാർട്ടിൻ ഷുബിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻ ഇൻഫ്ലുവൻറ്റിക്കൽ എക്കണോമിസ്റ്റ് ഹു ലേറ്റർ എക്സ്പാൻഡ് ചെയ്തു ഗെയിം തിയറി ആൻഡ് അപ്ലൈഡ് ഇറ്റ് ടു ദ മാർക്കറ്റ് കോമ്പറ്റീഷനിലേക്കും ബട്ട് നോട്ട് ഇറ്റ് ഇൻ ഇറ്റ്സ് ഫൗണ്ടർ. പക്ഷെ ഇതിന്റെ ഫൗണ്ടർ അല്ല മാർട്ടിൻ ഷുബിൻക്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ ശ്രദ്ധിക്കണം. കാര്യം ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ വേറൊരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് തരത്തിലും ചോദിച്ചിരുന്നു. അവിടെ ഓപ്ഷൻ വന്ന് ജോൺ വോൺ ന്യൂമാൻക്കും ഓസ്കാർ മോർഗൻസ്ട്രെയിനുമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞത്. അതും കൂടെ പഠിച്ചു പോകണം, തെറ്റിപ്പോവാതെ പഠിക്കുക. ഇനി ഡേവിഡ് ക്യാമ്പ് തിയറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പീസ് ഇൻ വെസ്റ്റ് ഏഷ്യയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അതും കൂടെ നമുക്ക് പറയാം. ഡേവിഡ് ക്യാമ്പ് അക്കോർഡ് 1978 is related to peace in West Asia. A political agreement was signed between Egyptian President അൻവർ സാദത്തും ഒരു ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ മെൻചീം ബിഗിനും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു സന്ധിയാണ്, പൊളിറ്റിക്കൽ എഗ്രിമെന്റ് ആണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത് നമ്മുടെ പീസ് ഇൻ വെസ്റ്റ് ഏഷ്യൻ ട്രീറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത് ആരുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് പശ്ചിമേഷ്യൻ സമാധാനം എന്ന് പറയുന്ന ഒരു ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിയാണ്. ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് ആണ് 1978. ഇതൊരു പൊളിറ്റിക്കൽ എഗ്രിമെന്റ് ആണ്. ഈ പൊളിറ്റിക്കൽ എഗ്രിമെന്റ് ആരൊക്കെ തമ്മിലാണ് സൈൻ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. US പ്രസിഡന്റ് ആയിട്ടുള്ള ജിമ്മി കാർട്ടറിന്റെ മധ്യസ്ഥതയിലാണ് ഈ ഒരു എഗ്രിമെന്റ് ഒപ്പുവെച്ചത്. US പ്രസിഡന്റ് ജിമ്മി കാർട്ടറിന്റെ മധ്യസ്ഥതയിലുള്ള ഒരു ആക്ച്വലി പൊളിറ്റിക്കൽ ട്രീറ്റിയാണ്. ഒരു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള അൻവർ സാദത്തും ഇസ്രായേലിയൻ പ്രധാനമന്ത്രിയായ മെനഷേം ബെഗിനും ചേർന്ന് ഒപ്പുവെച്ചൊരു ട്രീറ്റിയാണ്. മെനഷേം ബെഗിൻ എന്നാണ് പേര്. മെനഷേം ബെഗിനും, അത് ഇസ്രായേൽ പ്രസിഡന്റ് ആയിരുന്ന മെനഷേം ബെഗിനും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അൻവർ സാദത്തും ആരുടെ നേതൃത്വത്തിലാണ് ഒപ്പുവെച്ചത്? അതായത് US പ്രസിഡന്റ് ആയിരുന്ന ജിമ്മി കാർട്ടന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഒരു എഗ്രിമെന്റ് ആയിരുന്നു ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് 1978. ഇതിനു വേണ്ടിയിട്ടുള്ളതാണ് പീസ് ഇൻ വെസ്റ്റ് ഏഷ്യ. വെസ്റ്റ് ഏഷ്യയുടെ സമാധാന ഉടമ്പടി 1978 ഒപ്പുവെച്ചു. ആ ഉടമ്പടിയുടെ പേര് ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് എന്നായിരുന്നു കേട്ടോ. ക്യാമ്പ് ഡേവിഡ്സ് അക്കോർഡ് ഉടമ്പടി 1978 വെസ്റ്റ് ഏഷ്യയുടെ സമാധാനത്തിന് വേണ്ടി ജിമ്മി കാർട്ടന്റെ നേതൃത്വത്തില് ഇസ്രായേലിയൻ പ്രസിഡന്റ് ആയിരുന്ന അൻവർ സാദത്തിന്റെയും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അൻവർ സാദത്തും ഇസ്രായേലിയൻ പ്രധാനമന്ത്രിയായിരുന്ന മെനഷേം ബെഗിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒപ്പുവെക്കുകയുണ്ടായി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതൊന്ന് ക്ലിയർ ആയി നോക്കി പോകുക. അപ്പൊ ഇവിടെയും മനസ്സിലായി കാണും. ഇനി നമുക്ക് 2026 നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അത് നമുക്കറിയാം, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നമ്മുടെ 5ാമത്തെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതും വളരെ പ്രാധാന്യമാണ്. ന്യൂറൻബർഗ് ട്രയൽസ് ഹാഡ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ക്രിമിനൽ ലാ. ഇന്റർനാഷണൽ ക്രിമിനൽ ലായിൽ ന്യൂറൻബർഗ് ട്രീറ്റ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ട്രീറ്റ് ആണ്. അന്താരാഷ്ട്ര ക്രിമിനൽ സമാധാനത്തിന്റെ വികസനത്തിന് ന്യൂറൻബർഗ് ട്രയൽസ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അസെപ്റ്റേഷൻ. ഇനി അതിന്റെ റീസൺ നോക്കാം. എ ന്യൂറൻബർഗ് ട്രയൽ എസ്റ്റാബ്ലിഷ്ഡ് ദ പ്രിൻസിപ്പൽ ദാറ്റ് നോ പൊളിറ്റിക്കൽ ഓർ മിലിറ്ററി ലീഡർ ക്യാൻ എസ്കേപ്പ് ഫ്രം ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. ഒരു രാഷ്ട്രീയ നേതാവോ സൈനിക നേതാവോ മനുഷ്യരാശിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുകൂടി പ്രസ്താവിക്കുകയുണ്ടായി. അപ്പോൾ ഈ തന്നിരിക്കുന്ന അസെപ്റ്റേഷനും റീസണിങ് ശരിയാണോ എന്ന് നോക്കാം. ഇത് രണ്ടും ശരി തന്നെയാണ് അല്ലെ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ തന്നെയാണ്. ബാക്കി ഒരു ഓപ്ഷൻ നമുക്ക് നോക്കണ്ട. കാര്യം ഇത് 2026 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓപ്ഷൻ എ ഇസ്. കാരണം നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകും. എങ്കിലും നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ. ന്യൂറൻബർഗ് ട്രയൽസ് വാസ് എ സീരീസ് ഓഫ് ഹിസ്റ്റോറിക്കൽ മിലിറ്ററി ട്രിബ്യൂണൽ ഹേൾഡ് ബിറ്റ്വീൻ 1945 ആൻഡ് 1940. നമുക്കറിയാം, ലോക ചരിത്രത്തിലാകുവാനും വളരെയധികം പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് 1945 to 46 എന്ന് പറയുന്നത്. ടു ട്രൈ ദ സീനിയർ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ലീഡേഴ്സ് ഇൻ നാസി ജർമ്മനി ഫോർ വാർ ക്രൈംസ് കമ്മിറ്റഡ് ഡ്യൂറിംഗ് ദ വേൾഡ് വാർ സെക്കൻഡ്. ലൊക്കേഷൻ ഹേർഡ് ഇൻ ദ സിറ്റി ഓഫ് ന്യൂറൻബർഗ് ഇൻ ജർമ്മനി. എവിടാണ് ഈ ന്യൂറൻബർഗ് ട്രയൽസ് വിളിച്ചു കൂട്ടിയത്? ജർമ്മനിയിലാണ്. ഹേർഡ് ഇൻ സിറ്റി ഓഫ് ന്യൂറൻബർഗ്, ജർമ്മനി. The
പാർട്ടിസിപ്പേറ്റിംഗ് നാഷൻസ് ഏതൊക്കെയായിരുന്നു? എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ അലൈഡ് പവേഴ്സ് ആയിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഗ്രേറ്റ് ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ ആൻഡ് ഫ്രാൻസ്. പ്രൈമറി ഒബ്ജക്റ്റ് എന്തായിരുന്നു? ടു ഹോൾഡ് കീ നാസി ലീഡേഴ്സ് അക്കൗണ്ടബിൾ ഫോർ ദ ഹോളോകാസ്റ്റ്. ഹോളോകാസ്റ്റിന്റെ ഉത്തരവാദികൾ ആരാ? നാസി ലീഡേഴ്സ് ആണ്. 2. atrocities and other crimes against humanity. ഹ്യൂമാനിറ്റിക്ക് എതിരായിട്ടുള്ള അറ്റോക്രിസ്റ്റിക്കെതിരെയും ഹോളോകാസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഹോളോകാസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ നിങ്ങൾ അർത്ഥമാക്കുന്നത്? കൂട്ടക്കുരുതിക്ക് ഇടയാക്കി അല്ലെ, ജനങ്ങളെല്ലാം തന്നെ കൂട്ടക്കുരുതയ്ക്ക് ഇടയാക്കി ഉത്തരവാദികളായിട്ട് ആര് ചിത്രീകരിക്കപ്പെട്ടു? നാസി ജർമ്മനി. അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ നിങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രാഥമികമായ ഒരു ഹോളോകാസ്റ്റ് അതിക്രമങ്ങൾ എന്ന് വെച്ചാൽ മനുഷ്യരാശിക്ക് എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ പ്രധാനപ്പെട്ട നേതാക്കളായി അവര് മാറ്റപ്പെട്ടത് നാസി ജർമ്മനി ലീഡേഴ്സിനെ അതിന്റെ ഉത്തരവാദികളാക്കി മാറ്റി. അങ്ങനെ ഒരു ട്രയൽ വിളിച്ചു കൂട്ടി ജർമ്മനിയിൽ ന്യൂറൻബർഗ് എന്ന സിറ്റിയിൽ. അപ്പൊ ഇതായിരുന്നു ന്യൂറൻബർഗ് ട്രയൽസ്. ക്ലിയർ ആണോ? ആ ഇയർ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും കൂടെ ഒന്ന് കടന്നു പോകാം. Okay, first, which among the following is not a constitute of the constitutional block in French system? Which among the following is not a constitute or constitutional block in French system? അതായത് ഫ്രഞ്ച് സിസ്റ്റത്തിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഫ്രഞ്ച് സിസ്റ്റത്തിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്? Which among the following is not a constitute of constitutional block in French system? Declaration of the Rights of Men and Citizens of 1789. Option B, the preamble of the Constitution of 1946, the Charter of the Environment 2004, the Convention of the Constitution. So the correct answer ഏതായിരിക്കും? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്കിൽ ഫ്രഞ്ച് സിസ്റ്റത്തിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. Who in the following is not a constitute of the constitutional block in ഫ്രഞ്ച് റിപ്പബ്ലിക്, ഫ്രഞ്ച് സിസ്റ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? Convention of the Constitution is the correct answer. Convention of the Constitution is the correct answer. അപ്പോൾ നമുക്കതൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. Convention of the Constitution. In the French legal system, the block D constitutionalized, അതായത് constitutional block include the fundamental text that Constitutional Council used to review the constitutionality of the laws. The Convention of the Constitution അല്ലെങ്കിൽ unwritten political rules and customs common in system like the UK are not part of the formal legal block in French Constitutionന്റെ ഭാഗമല്ല ഈ Convention of the Constitution എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അത് ഫ്രഞ്ച് നിയമവ്യവസ്ഥയിലെ എന്താ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ കൗൺസിലിന്റെ നിയമങ്ങളുടെ സാധുത അവലോകനം ചെയ്യാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങൾ അല്ലെ, അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് ബ്ലോക്ക് ഡി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഭരണഘടനയുടെ എന്താ പറയുക കൺവെൻഷനിൽ, അതായത് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ യു കെ പോലുള്ള വ്യവസ്ഥകൾ അതായത് ആക്ച്വലി ഇത് ആർ നോട്ട് പാർട്ട് ഓഫ് ദ ഫോർമൽ ലീഗൽ ബ്ലോക്ക്, അതായത് ഫ്രഞ്ച് ലീഗൽ ബ്ലോക്കിന്റെ ഭാഗമല്ല ഈ കൺവെൻഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്ക് ഓഫ് ദ ഫ്രഞ്ച് സിസ്റ്റം, അതായത് ഫ്രഞ്ച് സിസ്റ്റത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അതേതാ? അത് കൺവെൻഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കൺവെൻഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ ഭാഗമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രഞ്ച് ലീഗൽ സിസ്റ്റം ദ ബ്ലോക്ക് ഡി കോൺസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്ക് ഇൻക്ലൂഡ് ദ ഫണ്ടമെന്റൽ ടെക്സ്റ്റ് ആണ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൗൺസിൽ യൂസ് ടു റിവ്യൂ ദ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് ദ ലോ കൺവെൻഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അൺറിട്ടൺ പൊളിറ്റിക്കൽ റൂൾസ് ആൻഡ് കസ്റ്റം കോമൺ ഇൻ സിസ്റ്റം ലൈക്ക് ദ UK. അതൊക്കെ വരുന്ന ഏതാണ്? UK-ലാണ്. ആർ നോട്ട് പാർട്ട് ഓഫ് ദ ഫോർമൽ ലീഗൽ ബ്ലോക്കിന്, അതായത് ഫ്രഞ്ച് ലീഗൽ ബ്ലോക്കിന്റെ അകത്ത് വരത്തില്ല. അതൊക്കെ വരുന്ന ഏതിലാണ്? UK-യുടെ ലീഗൽ ബ്ലോക്കിന്റെ അകത്ത് വരുന്നതാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ? അതാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. UK പോലെയുള്ള എന്താ പറയുന്നത് വ്യവസ്ഥകളിലൊക്കെ ഈ സാധാരണയായിട്ട് ലീഗൽ ബ്ലോക്കിലൊക്കെ വരുന്നതാണിത്. പക്ഷേ ഇത് ഫ്രഞ്ച് ലീഗൽ ബ്ലോക്കിന്റെ അകത്ത് വരുന്നതല്ല. അതാ പറഞ്ഞിരിക്കുന്നത് അൺറിട്ടൺ പൊളിറ്റിക്കൽ റൂൾസ് ലൈക്ക് കസ്റ്റംസ് കോമൺ ഇൻ ദ സിസ്റ്റം ലൈക്ക് ദ UK ആർ നോട്ട് പാർട്ട് ഓഫ് ദ ഫോർമൽ ലീഗൽ ബ്ലോക്ക് ഇൻ ഫ്രഞ്ച്. അപ്പോൾ ഫോർമൽ ലീഗൽ ബ്ലോക്ക് ഇൻ ഫ്രഞ്ചിന്റെ ഭാഗമല്ല. ഫ്രഞ്ച് ലീഗൽ സിസ്റ്റം എന്ന് പറയപ്പെടുന്നത് ബ്ലോക്ക് ഡി കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്ക് ആണ് അല്ലെ. അതിന് ബ്ലോക്ക് ഡി കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്ക് ആണ് പറഞ്ഞിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്ക് അല്ല. കൺവെൻഷൻ ഡി ബ്ലോക്ക് വരുന്നത് എവിടെ അല്ല? ഫ്രഞ്ച് ഡി കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്ക് അല്ല എന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്ക് ഇൻ ഫ്രഞ്ച് സിസ്റ്റം. അപ്പൊ ഏതാ? അത് ഏതാ? അങ്ങനെ വരാത്തത് ഏതാ? കൺവെൻഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഡി ബ്ലോക്കിന്റെ അകത്ത് വരാത്തത്. മനസ്സിലായല്ലോ? അത് ക്ലിയർ ആയിട്ട് പഠിക്കണം, ചിലപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി ഒന്ന് കടന്നു പോകാം.
അടുത്ത വന്നിട്ട് പിന്നും കുറച്ച് എന്താ പറയുന്നത്, മാച്ച് ദ ലിസ്റ്റ് 1 and 2 ടു സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ കോഡ് ഗിവൻ ബിലോ. ന്യൂ ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്സ് ആരുടെ ബുക്കും ആ ദിവസമാണ് പിന്നും വന്നിരിക്കുന്നത്. ന്യൂ ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്സ്, സിസ്റ്റം അനാലിസിസ് ഓഫ് പൊളിറ്റിക്സ്, അമേരിക്കൻ സയൻസ് ഓഫ് പൊളിറ്റിക്സ്, സ്ട്രക്ചർ ഓഫ് ദ സയന്റിഫിക് റെവല്യൂഷൻ. ഓപ്ഷൻ വന്നിട്ട് തോമസ് കുവ, ഡേവിഡ് ഈസ്റ്റൺ, ബെർണാഡ് ക്രിക്ക്, ചാൾസ് മെറി. അപ്പൊ നമുക്ക് ഇനി കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് ഒന്ന് കടന്നു പോകാം. തോമസ് കൂൺ, ഡേവിഡ് ഈസ്റ്റൺ, ബെർണാഡ് ക്രിക്ക്, ചാൾസ് മെറി. അപ്പൊ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേരെയൊക്കെ നമുക്ക് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാച്ചിലേക്ക് കടക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ന്യൂ ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ന്യൂ ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്സ് ആരുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു? ചാൾസ് മെറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അതെല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഇനി B2 ആണ് വന്നത്, സിസ്റ്റം. B2 വരെ ഏതാണ്? സിസ്റ്റം അനാലിസിസ് ഓഫ് പൊളിറ്റിക്സ് നേരത്തെ നമ്മൾ പറഞ്ഞു പോയിട്ടാണ് ഡേവിഡ് ഈസ്റ്റൺ. C3 ആണ് അമേരിക്കൻ സയൻസ് ഓഫ് പൊളിറ്റിക്സ് വന്നിട്ട് C3 ആണ് ബെർണാഡ് ക്രിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. D സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെവല്യൂഷൻ വന്നിട്ട് തോമസ് കുവമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. തോമസ് കൂൺ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ഇത് ക്ലിയർ ആയിട്ടൊന്ന് നോക്കി പോകണം. ന്യൂ ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്സ് പിന്നെ ചാൾസ് മെറി, സിസ്റ്റം അനാലിസിസ് ഓഫ് പൊളിറ്റിക്സ് ഡേവിഡ് ഈസ്റ്റൺ, അതെല്ലാവർക്കും അറിയാം. അമേരിക്കൻ സയൻസ് ഓഫ് പൊളിറ്റിക്സ് ബെർണാഡ് ക്രിക്ക്, സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെവല്യൂഷൻ തോമസ് കൂണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1962 അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ്, അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെവല്യൂഷൻ. ഇയർ ഒക്കെ ഒന്ന് പോകണം, കാര്യം ക്രോണോളജി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത പിന്നും 2026 വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഇതും നമ്മുടെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ബുക്ക് ഓതേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവിൽ എല്ലാത്തിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ അകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അത് മിക്കവാറും പേര് ഇന്റർനാഷണൽ പൊളിറ്റിക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതിൻ്റെ അകത്ത് നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കൂടി നമുക്കൊന്ന് കടന്നു പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വില്യം ഗോഡ്വിൻ, നിക്കോളസ് പൗലന്തസ്, തിയോഡർ W അഡോർണോ, ലൂയിസ് ആൽത്തസർ. അപ്പോൾ ഓപ്ഷൻ വന്ന് അനാർക്കിസം, റിലേറ്റീവ് ഓട്ടോണമി ഓഫ് ദ സ്റ്റേറ്റ്, കൾച്ചറൽ ഇൻഡസ്ട്രി, അലോറ്ററി മെറ്റീരിയൽസം. ഒന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഒന്ന് നോക്കി പോകാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നോക്കൂ, ഓപ്ഷൻ ഇവിടെ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് നോക്കൂ. അലിയേറ്ററി മെറ്റീരിയലിസം ലാസ്റ്റ് വന്നിരിക്കുന്നു. അപ്പോ ഇവിടെ നമ്മൾ വില്യം ഗോഡ്വിൻ ഓപ്ഷൻ എ വന്നിട്ട് 1 ആണ് കേട്ടോ, അനാർക്കിസം തന്നെയാണ്. പിന്നെ നിക്കോളസ് പൗലന്തസ് വന്നിട്ട് ഓപ്ഷൻ B2 ആണ്, റിലേറ്റീവ് ഓട്ടോണമി ഓഫ് ദ സ്റ്റേറ്റ് തന്നെയാണ്. തിയോഡർ W അഡോർണോ വന്നിട്ട് കൾച്ചറൽ ഇൻഡസ്ട്രി തന്നെയാണ്. ലൂയിസ് ഓൾത്തസർ വന്നിട്ട് എന്താണ്? അലിയേറ്ററി മെറ്റീരിയൽസം D4. അപ്പോൾ ഓപ്ഷൻ ഡി ശരിയായിട്ട് എല്ലാ ഓപ്ഷനും കറക്റ്റ് ആയിട്ട് തന്നെയാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ഇത് 2026 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് മനസ്സിലാക്കുക. നിക്കോളസ് പൗലന്തസ് ഒക്കെ എപ്പോഴും ചോദിക്കും, ലൂയി ഓൾത്തസർ. നമുക്ക് നോക്കാം, കറക്റ്റ്ലി മാച്ചിങ് ഓതേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എവിടുത്തെ ഓപ്ഷൻ ഡി അല്ലേ. അപ്പോൾ വില്യം ഗോഡ്വിന്റെ അനാർക്കിസം എന്നറിയപ്പെടുന്ന പദം, ഈ റോഡ് ദ ഫസ്റ്റ് മോഡേൺ ബുക്ക് ഇൻ അനാർക്കിസം എന്ന ബുക്ക് എഴുതിയത് അദ്ദേഹമാണ്. ഹി ബിലീവ്ഡ് ഗവൺമെന്റ് ഹർട്ട് പീപ്പിൾ. ഹി തോട്ട് പീപ്പിൾ കുഡ് വർക്ക് ടുഗദർ വിത്തൗട്ട് സ്റ്റേറ്റ്. പീപ്പിൾ കുഡ് വർക്ക് ടുഗദർ വിത്തൗട്ട് സ്റ്റേറ്റ്, ഇല്ലാതെ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അല്ലെ. എന്ന് വെച്ചാൽ ഈ ഒരു അനാർക്കിസം എന്നൊരു അരാജകത്വം എന്ന പദം അദ്ദേഹം തന്റെ അനാർക്കിസം എന്നൊരു പദം അദ്ദേഹം കൊണ്ടുവന്നത് മോഡേൺ ബുക്ക് ഓൺ അനാർക്കിസം, അദ്ദേഹത്തിന്റെ ഒരു മോഡേൺ ബുക്കാണ് ആക്ച്വലി. ഈ ബുക്കിൽ അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് എപ്പോഴും ജനങ്ങളെ ഹർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഹി തോട്ട് പീപ്പിൾ കുഡ് വർക്ക് ടുഗദർ വിത്തൗട്ട് സ്റ്റേറ്റ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിക്കോസ് പൗലന്തസിന്റെ ഒരു ബുക്കാണ് എന്താ, റിലേറ്റീവ് ഓട്ടോണമി ഓഫ് ദ സ്റ്റേറ്റ്. പൗലന്തസ് സെഡ് ദാറ്റ് ദ സ്റ്റേറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ ഓഫ് ടു ബട്ട് ദ റിച്ച്. ദ സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്പേസ്. ഇറ്റ് ഹെൽപ്പ് ദ മാനേജ് ദ ഓൾ സിസ്റ്റം. എല്ലാ സിസ്റ്റത്തെയും മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. പൗലന്തസ് സെഡ് ദാറ്റ് സ്റ്റേറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ ഓഫ് ടൂൾ അല്ല, ഫോർ ദ റിച്ചിന്റെ കയ്യിലുള്ള ടൂൾ അല്ല, മറിച്ച് സ്റ്റേറ്റ് ഈസ് അതിൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇറ്റ് ഹെൽപ്പ് ടു മാനേജ് ദ ഓൾ സിസ്റ്റം. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്. ഇനി വന്നിട്ട് തിയോഡർ W അഡോർണോ കൾച്ചറൽ ഇൻഡസ്ട്രി എന്ന വാക്യം കൊണ്ടുവന്നു. അഡോർണോ യൂസ്ഡ് ദിസ് ഐഡിയ ടു ഡിസ്ക്രൈബ് മാസ് മീഡിയ ആൻഡ് ആർട്ട്. ഹി സെഡ് ദിസ് ഇൻഡസ്ട്രീസ് മേക്ക് പീപ്പിൾ ലൈക്ക് എ ഇൻഡസ്ട്രി. ജനങ്ങളെ ഒരു റോബോട്ട് പോലെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ദേ ഡു ദിസ് ടു മേക്ക് മണി. അവർ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി, ആൻഡ് കീപ് പീപ്പിൾ ക്വൈറ്റ്. അവർ ക്വൈറ്റ് ആയിട്ട് ക്യാഷ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. ലൂയിസ് ഓൾത്തസറിനാണ് അലിയേറ്ററി മെറ്റീരിയൽസം കൊണ്ടുവന്നത്. എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ഇറ്റ് മീൻസ് തിങ് ഹാപ്പൻ ബിക്കോസ് ഡിഫറെന്റ് ഈവൻറ്റ്സ് മീറ്റ് ടു ഡിഫറെന്റ് ആക്സിഡന്റ്. അപ്പോൾ ഇറ്റ് മീൻസ് തിങ്സ് ഹാപ്പൻ, ഇങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നത്, ബിക്കോസ് ഡിഫറെന്റ് ഈവൻറ്റ്സ് മീറ്റ് ബൈ ആക്സിഡന്റ്. ഈവൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ആക്സിഡന്റലി ആയിട്ടുള്ള
കാര്യങ്ങളിലൂടെയാണ് സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് ഡിഫറൻസ് ഈവൻസ് മീറ്റ് ബൈ ആക്സിഡന്റലി എന്നാണ് അദ്ദേഹം ഈ ഒരു ബുക്കിലൂടെ അദ്ദേഹം എന്ത് ചെയ്തത് പറഞ്ഞു പോയിട്ടുള്ളത്. അതെ. ഇനി അമേരിക്കൻ ഫെഡറേഷൻ ബിലോങ് ടു കാറ്റഗറി ഓഫ് ഡാഷ് ഫെഡറേഷൻ. അമേരിക്കൻ ഫെഡറേഷൻ ഏത് ഫെഡറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്? അമേരിക്കൻ ഫെഡറേഷൻ ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് ഡാഷ് ഫെഡറേഷൻ. മാർബിൾ കേക്ക് ആണോ, ഡ്യുവൽ ഫെഡറേഷൻ ആണോ, യൂണിറ്റേറിയൻ ആണോ, കോ ഫെഡറേഷൻ ആണോ? സോ ദ കറക്റ്റ് ആൻസർ ഡ്യുവൽ ഫെഡറേഷൻ. അപ്പൊ നമുക്ക് ബാക്കി എല്ലാ ഓപ്ഷനും നോക്കി പോകണം. ഇനി മാർബിൾ കേക്ക് ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു മെറ്റാഫോർ കൊണ്ടുവന്ന് മാർബിൾ കേക്കിനെ പോലെ ഉപമിച്ചിരിക്കുകയാണ് അല്ലെ. മെറ്റാഫോർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മെറ്റാഫോർ കോയിൻഡ് ബൈ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് മോർട്ടൻ ഗോഡിൻസ് ആണ് കൊണ്ടുവന്നത്. ഗോഡ്സിൻസ്. അപ്പോൾ മോർട്ടിൻ ഗോഡ്സിൻസ് കൊണ്ടുവന്ന ഒരു പദമാണ് മാർബിൾ കേക്ക്. അതായത് കോപ്പറേറ്റീവ് ഫെഡറലിസത്തെയാണ് നമ്മൾ മാർബിൾ കേക്ക് ഫെഡറലിസം എന്ന് പറയുന്നത്. ആക്ച്വലി അമേരിക്ക ഒരു മാർബിൾ കേക്ക് ഫെഡറലിസം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫെഡറലിസം ആണോന്ന് വെച്ചാണ്. ബിക്കോസ് ഡ്യുവൽ ഫെഡറലിസം ആണ് ആക്ച്വലി ഒറിജിനേഷൻ ചെയ്ത ഡ്യുവൽ ഫെഡറലിസത്തിലാണെങ്കിലും ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിലേക്ക് അത് കടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതും കൂടെ മനസ്സിലാക്കണം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രാക്ടീസ് എ കോപ്പറേറ്റീവ് ഫെഡറലിസം വേർ ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയർ ദ ഓവർലാപ്പിംഗ് എന്ന് വെച്ചാൽ ഒരുമിച്ച് ചേർന്നുള്ള പവർ ആർ റെസ്പോൺസിബിലിറ്റി. ദിസ് ഇവോൾവ്. പക്ഷേ ഈ ഒരു സിസ്റ്റം ആക്ച്വലി വന്ന ഡ്യുവൽ ഫെഡറലിസത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ ഡ്യുവൽ ഫെഡറലിസം ഒന്നേ പറയാൻ പറ്റൂ. പക്ഷേ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിലേക്ക് അമേരിക്ക കടന്നു പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി പിന്നെ മാർബിൾ ഫെഡറലിസം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇറ്റ് ഡിസ്ക്രൈബ് സിസ്റ്റം വെയർ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലോക്കൽ ഗവൺമെന്റ് റൂൾ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി സ്രില്ഡ് ആൻഡ് മിക്സ്ഡ് ടുഗദർ. സ്രില്ഡ് ആൻഡ് മിക്സ്ഡ് ടുഗദർ എന്ന് വെച്ചാൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കും. മച്ച് ദ ബെറ്റർ ഫോർ എ മാർബിൾ കേക്ക് പോലെ. റാദർ ദാൻ എ സെപ്പറേറ്റ് ആയിട്ടല്ല പ്രവർത്തിക്കുന്നത്, ഒരുമിച്ച് കോപ്പറേറ്റീവ് ആയിട്ട്. അനദർ ഈ വേർഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം. ഇനി ഡ്യുവൽ ഫെഡറലിസത്തെ വിളിക്കുന്ന പേരാണ് ലെയർ കേക്ക് ഫെഡറലിസം. എ സിസ്റ്റം വെയർ ദ പവർ is strictly divided into between ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിട്ട് പിന്നെ പവറിനെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഒന്ന് ഫെഡറലിനും മറ്റൊന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിനും. ഈച്ച് ലെവൽ ഓപ്പറേറ്റ് ഇൻഡിപെൻഡന്റ്ലി ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വിത്തിൻ ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ്ക്ട് സ്പെയർ വിത്തൗട്ട് ഇന്റർഫിയറിംഗ് വിത്ത് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാതെയുള്ള ഒരു ഭരണരീതി. ഇറ്റ് ഡിസ്ക്രൈബ്ഡ് യുഎസ് ഫ്രം 1789 അണ്ടിൽ ദ ന്യൂ ഡീൽ. അതായത് 1789 ഈ ഒരു പദം വന്നത്. This described the US from 1789 until the New Deal എന്ന് മുതൽ 1930 വരെ. അല്ല 1930 ന്യൂ ഡീൽ പദ്ധതി കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം വരെ, ആ കാലഘട്ടത്തിന് ശേഷമാണ് ആക്ച്വലി ഈ അമേരിക്കയിൽ ഈ കോപ്പറേറ്റീവ് അല്ലെങ്കിൽ മാർബിൾ ഫെഡറലിസത്തിന് തുടക്കം കുറിച്ചത്. 1930 ആഫ്റ്റർ 1930 ശേഷം കേട്ടോ, ന്യൂ ഡീൽ പദ്ധതിക്ക് ശേഷം. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി യൂണിറ്ററി സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, യൂണിറ്ററി ഗവൺമെന്റ് എന്ന് പറയുന്ന സിസ്റ്റം എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വേർ ദ അബ്സല്യൂട്ട് പവർ റെസ്റ്റ് വിത്ത് സിംഗിൾ സെൻട്രൽ അതോറിറ്റിക്കാണ് കൊടുക്കുന്നത് അബ്സല്യൂട്ട് പവർ. ഇതാണ് യൂണിറ്ററി സിസ്റ്റം. അപ്പോൾ അമേരിക്കയിലെ ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒറിജിനേഷൻ ഏതാ? ഡ്യുവൽ ആണെങ്കിലും 1930 ന്യൂ ഡീൽ പദ്ധതിക്ക് ശേഷം പിന്നെ ഒരു കോപ്പറേറ്റീവ് മാർബിൾ കേക്കിലേക്ക് കടന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. മാർബിൾ കേക്ക് തന്നെയാണ് കോപ്പറേറ്റീവ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത വരുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തെ ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആരാണ്? WH മോറിസ് ജോൺസ് ആണോ, ഗ്രാൻവെല്ലി ഓസ്റ്റിൻ ആണോ, പോൾ ബി ആപ്പിൾബൈ ആണോ, CH അലക്സാൻഡ്രോ വിൻസ് ആണ്? ഒന്ന് നോക്കൂ. അപ്പോൾ എന്താ പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ, ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് ഒരു ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ WH മോറിസ് ജോൺസ്, ഗ്രാൻവില്ല ഓസ്റ്റിൻ, പോൾ H ആപ്പിൾബി, CH അലക്സാൻഡ്രോ വിസ്. സോ ദ കറക്റ്റ് ആൻസർ WH മോറിസ് ജോൺസ്. അപ്പൊ ബാക്കി ഓപ്ഷനും കൂടെ നമുക്ക് നോക്കണം. ദ കീ സ്കോളേഴ്സ് വ്യൂസ് ഓൺ ദ ഇന്ത്യൻ ഫെഡറലിസം. WH മോറിസ് ജോൺസ് ആണ് ഇന്ത്യൻ ഫെഡറലിസത്തെ ഒരു ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് ഡിഫൈൻ ചെയ്തത്. ഇനി ഗ്രാൻവില്ലി ഓസ്റ്റിൻ ആണെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നാണ് ഡിഫൈൻ ചെയ്തത്. ഇന്ത്യൻ ഫെഡറലിസത്തെ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം. ഇനി പോൾ H ആപ്പിൾബൈ എക്സ്ട്രീംലി ഫെഡറൽ എന്നാണ് അദ്ദേഹം വിഭാവന ചെയ്തിട്ടുള്ളത്. എന്താണ്? എക്സ്ട്രീംലി ഫെഡറൽ ആണ് എന്ന് അദ്ദേഹം വിഭാവന ചെയ്തു. എക്സ്ട്രീംലി ഫെഡറൽ. ഇനി വേറെ എങ്ങനെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തെ ഡിസ്ക്രൈബ് ചെയ്തെങ്കിൽ ഡിഫൈൻ ചെയ്തത്? അത് വേറെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് കോസി ഫെഡറൽ എന്നാണ്. അതും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പിന്നെ KC വെറർ ഹി ഡിഫൈൻ ഇന്ത്യൻ ഫെഡറലിസം ആസ് എ കോസി ഫെഡറൽ. ക്ലിയർ ആണ്? ഇതെല്ലാം ഒന്ന് നോക്കി പോവുക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്രോണോളജിക്കൽ ഓർഡർ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലോങ് മാർച്ച് ചൈന, ഗ്ലോറിയസ് റെവല്യൂഷൻ
അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താ പറയുന്നത് ഇയർ പഠിച്ചാൽ മാത്രമേ ആൻസർ എടുക്കാൻ പറ്റുള്ളൂ. എങ്കിലും ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഇയർ എന്ന് നോക്കാം. നോക്കൂ, ഗ്ലോറിയസ് റെവല്യൂഷൻ എല്ലാവർക്കും അറിയാം 1688. അത് നമുക്ക് ആദ്യം തന്നെ എല്ലാവരും 2 എഴുതും. പക്ഷെ ഇവിടെ വേറൊരു ഓപ്ഷൻ നോക്കാൻ പോലും ഇല്ല. വളരെ ഈസിയാണ്. കാര്യം 2 തന്നെയാണല്ലോ കറക്റ്റ് ആദ്യം വരുന്നത്. ദെൻ വന്നിട്ട് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നിങ്ങൾ പഠിക്കുക 1776. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ 1789 ആണ്. ലോങ് മാർച്ച് ചൈനയിലെ 1934 ആണ്. ക്ലിയർ ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ദെൻ വന്നിട്ട് ദ ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ക്യാബിനറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇന്ത്യൻ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 58, ആർട്ടിക്കിൾ 84, ആർട്ടിക്കിൾ 75, ആർട്ടിക്കിൾ 140. ദ കറക്റ്റ് ആൻസർ ആർട്ടിക്കിൾ 75 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ക്യാബിനറ്റിന്റെ എന്താ പറയുന്ന റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് വിഭാവന ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ആർട്ടിക്കിളിലേക്കും കൂടി ഒന്ന് കടന്നു പോകാം. കറക്റ്റ് ആൻസറിലേക്ക് അല്ലെ. ദ കറക്റ്റ് ആൻസർ ആർട്ടിക്കിൾ 74, specifically ആർട്ടിക്കിൾ 75(3), which states that the council of ministers shall be collectively responsible to the house of the people. ലോക്സഭയോട് ഒരു കൂട്ട ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. കളക്റ്റീവ് അക്കൗണ്ടബിലിറ്റി, all ministers act as a single unit and share the joint responsibility to ഫോർ ഓൾ ഗവൺമെന്റ് ആക്ഷൻസിന് ഒരു ജോയിന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ കൂട്ട ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് 75-ൽ പറഞ്ഞു പോയിരിക്കുന്നത്. ഇനി നമുക്ക് 84 മറ്റെല്ലാ ആർട്ടിക്കിൾസുകളും കൂടി ഒന്ന് പരിചയപ്പെട്ട് പോകണ്ടേ. ഇനി 84 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 84 പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്സ് ഔട്ട് ദ ക്വാളിഫിക്കേഷൻ റിക്കോർഡ് ഫോർ ദ മെമ്പർഷിപ്പ് ഇൻ ദ പാർലമെന്റ്, സിറ്റിസൺഷിപ്പ് മിനിമം ഏജ് 25 ഫോർ ദ ലോക്സഭ ആൻഡ് 30 ഫോർ ദി രാജ്യസഭ. അതായത് പാർലമെന്റിൽ അംഗമാകുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള യോഗ്യതകളെ കുറിച്ച്, ഒരു പൗരത്വം എടുക്കണമെങ്കിൽ ലോക്സഭയിലേക്ക് 25 വയസ്സും രാജ്യസഭയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ എത്ര വയസ്സ് വേണം? 30 വയസ്സ് പൂർത്തീകരിക്കണം. ഇനി 75 നേരത്തെ നമ്മൾ പറഞ്ഞു. കൂടാതെ 75 ആർട്ടിക്കിൾ ചില അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യം കൂടി പറഞ്ഞു പോകണം. 75 ആർട്ടിക്കിൾസുമായിട്ട് റിഫർ ആയിട്ടുള്ളത്. 75 article also covers the provisions related to the ministers, including the appointment of the prime minister and other ministers by the president. അതായത് പ്രധാനമന്ത്രിമാരെയും മറ്റു മന്ത്രിമാരെയും രാഷ്ട്രപതി നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യവസ്ഥകളാണ്, പ്രൊവിഷൻസുകളാണ് കവർ ചെയ്തിരിക്കുന്നത്. 75-ൽ ഓൾസോ കൂട്ട ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റീസ് കൂടാതെ. ഇൻ 140 പറയുകയാണെങ്കിൽ ഡീൽ വിത്ത് ദ അപ്രോപ്രിയേഷൻ ബിൽസ് with authorized withdrawal of the money from the consolidated fund of the India. അതായത് 114 ഇന്ത്യയുടെ ഏകീകൃത ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ അധികാരപ്പെടുത്തുന്ന ധനവിനിയോഗ ബില്ലുകളെ കുറിച്ച് എന്താ പറയുന്നു കൈകാര്യം ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് 114. അത് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. 140 ദ ഡീൽ വിത്ത് ദ അപ്രോപ്രിയേഷൻസ് ബിൽ, അപ്രോപ്രിയേഷൻ ബിൽസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടെന്നും ചോദിച്ചിട്ടുണ്ട്. അതും എഗെയിൻ ഈ ക്വസ്റ്റ്യൻ പിന്നെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പഠിക്കണം. വിച്ച് അതറൈസ് ദ വിഡ്രോവൽ ഓഫ് ദ മണി ഫ്രം, നമുക്ക് മണി വിഡ്രോവ് ചെയ്യാം. എവിടെ നിന്ന്? കൺസോൾഡേറ്റ് ഫണ്ട് ഓഫ് ദ ഇന്ത്യ. അതായത് കൺസോൾഡേറ്റ് ഫണ്ടിൽ നിന്ന് എന്താ പറയുന്നത് പണം പിൻവലിക്കാൻ അധികാരപ്പെടുത്തുന്ന ചില ധനവിനിയോഗ ബില്ലുകളെ കുറിച്ചൊക്കെയാണ്. അതോ അപ്രോപ്രിയേഷൻ ബില്ലുകൾ എന്ന് വെച്ചാൽ ധനവിനിയോഗ ബില്ലുകളെ കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് 140. ഇനി 58-ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 58-ല് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സെറ്റ്സ് ദ ബേസിക് റൂൾ ഓഫ് ദ പേഴ്സൺ റൺ ഓഫ് ദി പ്രസിഡന്റ്. അതായത് 58 എന്ന് പറയുന്നത് ഒരാൾക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള അടിസ്ഥാന യോഗ്യതകളെ കുറിച്ച് പറയുന്നു. 3 മെയിൻ റൂൾസ് ഫോർ ദാറ്റ് കാൻഡിഡേറ്റ് മസ്റ്റ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ആൻഡ് ക്വാളിഫൈഡ് ടു ബി ദ മെമ്പർ ഓഫ് ദ ലോക്സഭയിലെ ഒരു മെമ്പർ ആയിരിക്കണം, 35 വയസ്സുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത് ലോക്സഭ അംഗമായിരിക്കണം, ലോക്സഭ അംഗമെങ്കിലും ആയിരിക്കണം അറ്റ്ലീസ്റ്റ് എന്നുകൂടി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 58. അപ്പൊ എല്ലാ ആർട്ടിക്കിളും പറഞ്ഞിട്ടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ നമ്മള് യൂണിറ്റ് 3യുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 110, 112, 114, 115. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 140 നമ്മൾ പഠിച്ചതാ. ഇവിടെ നോക്കി നിങ്ങൾ 114 അപ്രോപ്രിയേഷൻ ബിൽസ് ഇല്ലേ, ധനകാര്യ ബില്ല്, അത് തന്നെ പിന്നെയും ചോദിച്ചതുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്, റിപ്പീറ്റേഷൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ 110 എന്ന് പറയുമ്പോൾ എന്താണ്? ഡെഫിനിഷൻ ഓഫ് മണി ബിൽ എല്ലാവർക്കും അറിയാം, B1 ആണ്, ആനുവൽ ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് ആണ്. 140 അപ്രോപ്രിയേഷൻ ബില്ലാണ്. 150 എന്താ പറയുന്നത് 150 സപ്ലിമെന്ററി അഡീഷണൽ എക്സൈസ് ഗ്രാന്റ് ആണ്. നോക്കൂ കൃത്യമായിട്ട് 110 പറയുന്നത് ആർട്ടിക്കിൾ 110 ഡെഫിനിഷൻ ഓഫ് മണി ബില്ല്, 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്,
അപ്രോപ്രിയേഷൻ ബിൽസ് വന്നിട്ട് 140, 150 വന്നിട്ട് എന്താ പറയുന്നത് അഡീഷണൽ എക്സൈസ് ഗ്രാൻഡുകളാണ്, സപ്ലിമെന്ററി ഒരു അഡീഷണൽ എക്സൈസ് ഗ്രാൻഡുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണെന്നുള്ളത്? ഓക്കെ. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് who among the following is considered as the father of the comparative public administrationന്റെ ഫാദർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഫ്രെഡറിക്സ് ആണോ, ഡയറ്റ് വാൾഡോയാണോ, റോബർട്ട് ഫോർസ്റ്റസ് ആണോ, FM മാക്സ് ആണോ? കറക്റ്റ് ആൻസർ. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിരവധി ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലോർഡ് മോർലി, ബ്ലാക്ക് സ്റ്റോൺ ആണോ, AV ഫ്രെഡറിക്സ് ആണോ, ഡയറ്റ് വാൾഡോ ആണോ, റോബർട്ട് പ്രോസ്റ്റോ ആണോ, FM മാക്സ് ആണോ? അപ്പൊ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഫ്രെഡറിക്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഡയറ്റ് വാൾഡോ ആണോ, റോബർട്ട് പ്രോസ്റ്റർ ആണോ, FM മാക്സ്? ഇവരെയൊക്കെ ഒന്ന് പഠിക്കണം, ഇവരെയൊക്കെ നമുക്ക് നോക്കിക്കേണ്ടതാണ്. ഇവിടെ ഫ്രെഡറിക്സ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഫാദർ ഓഫ് കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആരാണ്? ഫ്രെഡറിക്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഫ്രെഡറിക്സ് ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് കണ്ടോ, ഞാൻ അപ്രോപ്രിയേഷൻ ബിൽസും ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കുറച്ചുകൂടി വിശദീകരിച്ച് നോക്കി പോകണം. കണ്ടോ 110 നമ്മൾ ഡൗൺ ടു ക്രൈറ്റീരിയ ആൻഡ് ഡെഫിനിഷൻ ഓഫ് ദ ബിൽ ടു ഡിമാൻഡ് ദ മണി ബിൽ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് വായിച്ചു പോകേണ്ടതാണ്. പിന്നെ മാൻഡേറ്റ് ദ പ്രസന്റേഷൻ ഓഫ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പോപ്പുലർലി നോൺ ആസ് എ യൂണിയൻ ബഡ്ജറ്റ് ബിഫോർ പാർലമെന്റ്. 114 പറയുകയാണെങ്കിൽ അപ്രോപ്രിയേഷൻ ബില്ല് വിച്ച് പെർമിറ്റ് ദ ഗവൺമെന്റ് ടു വിഡ്രോ ഫണ്ട് ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ ഇന്ത്യ. പിന്നെ 115 പറയുകയാണെങ്കിൽ ഔട്ട്ലൈൻ ദ റെഗുലേറ്ററി ഗൈഡ് ലൈൻ ഫോർ ഡിമാൻഡിങ് സപ്ലിമെന്ററി അഡീഷണൽ ഓർ എക്സൈസ് ഗ്രാന്റ് വിത്തിൻ ദ ബഡ്ജറ്റ് എമൗണ്ട് ഫോൾ ഷോർട്ട്. അപ്പൊ ഞാനത് കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കി പോകണം കേട്ടോ. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമ്മൾ ഓരോന്നും പഠിച്ചു പോകേണ്ടത്. ഇനി ഫാദർ ഓഫ് കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രെഡറിക്സ് ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പൊ അദ്ദേഹവുമായിട്ട് നമുക്ക് നോക്കണം, അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് എന്ന് അറിയപ്പെട്ടത് എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നോക്കൂട്ടുകളെ, ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രെഡറിക്സ് ആണ്. ഈസ് നോൺ ഫോർ ഹിസ് പയനറിംഗ് വർക്ക് എക്കോളജിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് ടു സ്റ്റഡി ദ ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ കുറിച്ച് അദ്ദേഹം പഠിക്കാൻ ആഗ്രഹിച്ചു. എങ്ങനെ പഠിക്കാൻ ആഗ്രഹിച്ചു? അദ്ദേഹത്തിന്റെ ഒരു പയനറിംഗ് വർക്കായിരുന്ന എക്കോളജിക്കൽ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചിലൂടെ അദ്ദേഹം പഠിക്കാൻ ആഗ്രഹിച്ചു. എക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഹൗ സോഷ്യൽ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഷേപ്പ് ഗവൺമെന്റ് ഏജൻസീസുകളെ ഈ പറയുന്ന പിന്നെ സോഷ്യൽ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റുകൾ എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് എന്ന് അദ്ദേഹം പഠിച്ചു. ഇനി പ്രിസ്മാറ്റിക് മോഡൽ എന്ന് പറയുമ്പോൾ ക്രിയേറ്റഡ് ദ പ്രിസ്മാറ്റിക് സാല. പ്രിസ്മാറ്റിക് സാല എന്ന് പറയുമ്പോൾ എന്താ? മോഡൽ ടു എക്സ്പ്ലെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ ഇൻ ട്രാൻസാക്ഷണൽ സൊസൈറ്റി. ഒരു ട്രാൻസാക്ഷണൽ സൊസൈറ്റിയിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിലുള്ള അഡ്മിനിസ്ട്രേഷന്റെ സ്വഭാവത്തെ അദ്ദേഹം വിശദീകരിക്കാൻ പ്രിസ്മാറ്റിക് മോഡലിലൂടെ ശ്രമിച്ചു. കമ്പാരിറ്റീവ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഷിഫ്റ്റഡ് ദ ഫോക്കസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫ്രം വെസ്റ്റേൺ സെൻട്രിക് മോഡൽ ടു ഗ്ലോബൽ പെർസ്പെക്റ്റീവ്സ്. നമുക്കറിയാം, ഒരു വെസ്റ്റേൺ സെൻട്രിക് മോഡലിൽ നിന്നും ഗ്ലോബൽ പെർസ്പെക്റ്റീവ്സിലേക്കുള്ള മാറ്റം, അതാണ് കമ്പാരിറ്റീവ് സ്റ്റഡി. ഇവ തമ്മിലുള്ളൊരു താരതമ്യ പഠനത്തെ അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെ വിശദമായിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പഠിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാരണത്താലാണ് ഫ്രെഡറിക്സിനെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് എന്ന് വിളിച്ചത്. അദ്ദേഹത്തിന്റെ ആ വർക്ക് നിങ്ങൾ മറക്കല്ല്, എക്കോളജിക്കൽ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച്. ക്ലിയർ ആണോ? ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയി. ഇനി അടുത്ത വന്നിട്ട് ഹൂ അമംഗ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ട് ആസ് ദ പ്രിമസ് ഇന്റർ പാർസ് എന്ന് വിശദീകരിച്ചതാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ടിനെ എങ്ങനെയാണ് വിശദീകരിച്ചത്? പ്രൈമസ് ഇന്റർ പാരസ് എന്ന് വിശദീകരിച്ചത് ആരാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തു ഇംഗ്ലണ്ടിലെ പ്രൈം മിനിസ്റ്ററിന്. ലോർഡ് മോർലി, ബ്ലാക്ക് സ്റ്റോൺ, AV ഡെയ്സി, ഹെർമൻ ഫെയ്. ആരായിരുന്നു വിശദീകരിച്ചത്? ലോർഡ് മോർലി, ബ്ലാക്ക് സ്റ്റോൺ, AV ഡെയ്സി, ഹെർമൻ ഫെയ്. കറക്റ്റ് ആൻസർ ഏതാ? ലോർഡ് മോർലി ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കാം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിശദീകരിച്ചതെന്ന് നോക്കാം. ദ കറക്റ്റ് ആൻസർ ലോർഡ് മോർലി. ലോർഡ് മോർലി ഡിസ്ക്രൈബ് ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആസ് ദ, അതെ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിനെ അദ്ദേഹം എങ്ങനെയാണ് വിശദീകരിച്ചതെന്ന് അറിയാം. പ്രൈമസ് ഇന്റർ പാരൈസ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. പ്രൈമസ് ഇന്റർ എന്ന് വെച്ചാൽ ഫസ്റ്റ് എമംഗ് ദി ഈക്വൽസ് ആൻഡ് ഓൾസോ ഫേമസ്ലി കോൾഡ് ദ ഓഫീസ് ദ കീ സ്റ്റോൺ ഓഫ് ദ ക്യാബിനറ്റ് ആർച്ച്. ക്യാബിനറ്റ് ആർച്ചിന്റെ ഒരു കീ സ്റ്റോൺ ആണെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. തുല്യരിൽ ഒന്നാമൻ, അല്ല അതാ പറയുന്നത്, ഫസ്റ്റ് എമംഗ് ഈക്വൽസ്.
ഓദർ ജോബ്, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം ജോൺ മോർലി ആണ്. ഇങ്ങനെ ലോർഡ് മോർലി വിശദീകരിച്ചു. ഫസ്റ്റ് എമംഗ് ദ ഈക്വൽ, അല്ലെങ്കിൽ തുല്യന്മാരിൽ ഒന്നാമൻ ഇൻ ലാറ്റിൻ പദത്തിൽ അർത്ഥമാക്കുന്നത്. കണ്ടക്സ്റ്റ് യൂസ്ഡ് ടു ഡിനോട്ട് ദാറ്റ് വെൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഷെയർ ദ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് എപ്പോഴും കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അല്ലെ? ഉണ്ട്. ദ പ്രൈം മിനിസ്റ്റർ ഹോൾഡ് ദ പൊസിഷൻ ഓഫ് യുണീക്ക് ആൻഡ് സുപ്രീം അതോറിറ്റി. പ്രൈം മിനിസ്റ്ററിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് യുണീക്കും സുപ്രീം അതോറിറ്റിയുമാണ്. അങ്ങനെയാണ് അദ്ദേഹം എന്തെന്ന് അദ്ദേഹത്തെ വിശദീകരിച്ചത്, ഇംഗ്ലണ്ടിലെ പ്രൈം മിനിസ്റ്ററിനെ പ്രൈമേഴ്സ് ഇന്റർ പാരേസ് എന്ന് അദ്ദേഹം വിശദീകരിച്ചത്. മറന്നു പോകാതെ പഠിക്കുക. അടുത്ത വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അധികം കാണാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് എന്നാൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്ലിഗിറ്റ്സ് കമ്മീഷൻ വാസ് അപ്പോയിന്റഡ് ബൈ ദ UNO. അപ്പൊ UNO, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ അപ്പോയിന്റ്മെന്റ് ചെയ്തൊരു കമ്മീഷനാണ് സ്ലിഗിറ്റ്സ് കമ്മീഷൻ. ഈ സ്ലിഗിറ്റ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സ്ലിഗിറ്റ്സ് കമ്മീഷൻ, അപ്പോൾ സ്റ്റിഗ്ലിറ്റ്സ് കമ്മീഷൻ. അപ്പൊ എന്താണ് ഈ സ്റ്റിഗ്ലിറ്റ്സ് കമ്മീഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സോ ദ സ്റ്റിഗ്ലിറ്റ്സ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ വർക്കിംഗ് ഓഫ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്ന കമ്മീഷനാണോ സ്റ്റിഗ്ലിറ്റ്സ് കമ്മീഷൻ? ദ ത്രെഡ്സ് ഓഫ് ഗ്ലോബൽ വാമിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന കമ്മീഷനാണോ? ദ റെഫ്യൂജസ് പ്രോബ്ലം ഇൻ സൊമാലിയ ആണോ? ദ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ്സ് ഇൻ മ്യാൻമാർ ആണോ? കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് എന്താണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ? വർക്കിംഗ് ഓഫ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം ആണോ? ത്രെഡ്സ് ഓഫ് ഗ്ലോബൽ വാമിംഗ് ആണോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? അതോ റെഫ്യൂജസ് ഓഫ് പ്രോബ്ലം? അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന സ്റ്റിഗ്ലിറ്റ്സ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷന്റെ കമ്മീഷൻ. അപ്പൊ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം, ഗ്ലോബൽ വാമിങ്ങിന്റെ സിസ്റ്റത്തെ കുറിച്ചും റെഫ്യൂജീസ് പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടി ഈ സ്റ്റിഗ്ലിറ്റ്സ് കമ്മീഷനെ പോലെയുള്ള ഒരുപാട് കമ്മീഷൻസുകളെ യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്തു? അപ്പോയിന്റ്മെന്റ് ചെയ്തു. പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നതാണെന്ന് അറിയാം? ഫിനാൻഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് വിശദീകരിച്ച് പഠിക്കുന്നതിന് വേണ്ടി യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മീഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റിഗ്ലിറ്റ്സ് കമ്മീഷൻ. അപ്പോൾ സ്റ്റിഗ്ലിറ്റ്സ് കമ്മീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. The commission, officially known as the Commissioner Expert of the Reforms of the International Monetary and Financial System, was established by the President of United Nations General Assembly 2008 അപ്പോയിന്റ്മെന്റ് ചെയ്തൊരു കമ്മീഷനാണ് സ്റ്റിഗ്ലിറ്റ്സ് കമ്മീഷൻ. ഇതിന്റെ മാൻഡേറ്റ് കോർ പർപ്പസ് വാസ് ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് റിവ്യൂ ചെയ്യുക. ഫോളോയിങ് ദ കറ്റാസ്ട്രോഫി ഓഫ് ദ 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിൽ സംഭവിച്ചിട്ടുള്ള ഒരു കറ്റാസ്ട്രോഫിയെ കുറിച്ച് ഒരു അവലോകനം നടത്തുക അല്ലെ? നമുക്കറിയാം 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ഈ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചിട്ട് പുനരവലോകനം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു കമ്മിറ്റിയാണ് 2008 ലീഡർഷിപ്പ്. ദ പാനൽ വാസ് ചെയർഡ് ബൈ ദ നോബൽ പ്രൈസ് വിന്നിംഗ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഇതിന്റെ പാനൽ ആരായിരുന്നു ഉണ്ടായിരുന്നെന്ന് അറിയാം? ഒരു നോബൽ പ്രൈസ് സമ്മാന ജേതാവായിട്ടുള്ള ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് സ്റ്റിഗ്ലിറ്റ്സ് കമ്മീഷൻ എന്നൊരു കമ്മീഷൻ തന്നെ വന്നത്. അപ്പൊ ഇതിനെ ചെയർ ചെയ്തിരിക്കുന്ന ആരായിരുന്നു? നോബൽ പ്രൈസ് അവാർഡ് വിന്നർ ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് ആയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള കമ്മീഷനാണ് സ്റ്റിഗ്ലിറ്റ്സ് കമ്മീഷൻ. സ്റ്റിഗ്ലിറ്റ്സ് കമ്മീഷൻ recommended structural reforms to the international financial institutions to ensure moral, stable and sustainable global economical order എങ്ങനെ കൊണ്ടുവരാം, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക്കൽ ഗ്ലോബൽ ഓർഡറിനെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു. ഒരു അന്താരാഷ്ട്ര സാമൂഹ്യ സാമ്പത്തിക നീതിയും സമാധാനവും സുസ്ഥിര വികസനവും എങ്ങനെ ഉറപ്പാക്കാം എന്ന് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് ഈ ഒരു കമ്മീഷനിലൂടെ അർത്ഥമാക്കി. അത്തരത്തിലുള്ള ഒരു കമ്മീഷനാണ് എന്നറിയപ്പെടുന്നത് സ്റ്റിഗ്ലിറ്റ്സ് കമ്മീഷൻ. ഓക്കെ, ഇനി മറ്റുള്ള കമ്മീഷനും കൂടി നമുക്ക് നോക്കാം. ദ ത്രെഡ് ഓഫ് ഗ്ലോബൽ വാമിങ്ങിന്റെ ത്രെഡിനെതിരായിട്ടുള്ള ഒരുപാട് കമ്മീഷനെ കൂടി അപ്പോയിന്റ്മെന്റ് ചെയ്തു. വിത്തിൻ ദ UN ഹെവിലി അഡ്രസ് ദ ക്ലൈമറ്റ് ചേഞ്ച് ത്രൂ ദ ബോഡീസ് ലൈക്ക് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് IPCC. ദ സ്പെസിഫിക് കമ്മീഷൻ വാസ് എൻഡിയർ. എക്കണോമിക്കൽ നാച്ചറിനെ കുറിച്ചും ഗ്ലോബൽ വാമിങ്ങിന്റെ ത്രെഡ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ UN ഏർപ്പെടുത്തിയ ഒരു കമ്മീഷനാണ് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് IPCC. ക്ലിയർ ആണോ? ആണ്. ഇനി റെഫ്യൂജസ് പ്രോബ്ലം ഇൻ സൊമാലിയ, അതായത് സൊമാലിയയിലെ റെഫ്യൂജസ് പ്രോബ്ലംസെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ഏർപ്പെടുത്തി. ഗ്ലോബൽ റെഫ്യൂജസ് ക്രൈസിസ് fall under the jurisdictions of the UN Refugees Agency UNHCR and special humanitarian envoy, not macro economic expert panels അല്ല, UN Refugees Agency ആണ് ഏർപ്പെടുത്തിയത്. ഇനി പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഇൻ മ്യാൻമാർ നടന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് UN ഏർപ്പെടുത്തിയ കമ്മീഷൻ. ഹ്യൂമൻ റൈറ്റ്സ് അബ്യൂസസ് ആർ ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ UNHRC ആൻഡ് സ്പെസിഫിക് ഇന്റർഡിപെൻഡന്റ് ഇന്റർനാഷണൽ ഫാക്ട് ഫൈൻഡിംഗ് മിഷൻസ്.
ക്ലിയർ ആണല്ലോ. അപ്പൊ നാല് ഓപ്ഷൻസും വ്യക്തമായിട്ട് തന്നെ വിശദീകരിച്ചു പോയി. ഇനി ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതും കൂടി നിങ്ങൾ പഠിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കൂടി എന്ത് ചെയ്യാം, ഒന്ന് കടന്നു പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ കമ്മിറ്റി വിച്ച് സ്റ്റഡീഡ് അബൌട്ട് ദ നെക്സസ് ബിറ്റ്വീൻ ക്രിമിനൽസ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ക്രിമിനൽസുകളെയും നെക്സസുകളെയും കുറിച്ച്, നെക്സസ് പീപ്പിൾസ് ഉണ്ടല്ലോ, നെക്സസ് ബിറ്റ്വീൻ ദ ക്രിമിനൽസ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ക്രിമിനൽസുകളെ കുറിച്ചും രാഷ്ട്രീയത്തിലുള്ള പ്രധാനപ്പെട്ട ക്രിമിനൽസ് വിഭാഗത്തെ കുറിച്ചും അല്ലെങ്കിൽ നെക്സസ് വിഭാഗത്തെ കുറിച്ചൊക്കെ ബന്ധത്തെ കുറിച്ച് കൃത്യമായിട്ട് എന്താ പറയുന്നത് പഠിച്ച് ഒരു കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? കമ്മിറ്റി വിച്ച് സ്റ്റഡീഡ് അബൌട്ട് നെക്സസ് ബിറ്റ്വീൻ ക്രിമിനൽസ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ഇൻ ഇന്ത്യ. ക്രിമിനൽസ് അതായത് പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ക്രിമിനൽസ് വിഭാഗത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റി ഏതാണ് എന്നുള്ളതാണ്. ക്രിമിനൽസ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഓപ്ഷൻ നോക്കാം, സൈക്കിയ കമ്മിറ്റി, ഓപ്ഷൻ ബി ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി, ഓപ്ഷൻ സി സെൻ കമ്മിറ്റി, ഓപ്ഷൻ ഡി വോഹ്റ കമ്മിറ്റി. സോ ദ കറക്റ്റ് ആൻസർ വോഹ്റ കമ്മിറ്റി. അപ്പൊ നമുക്ക് ഓരോ കമ്മിറ്റിയെ കുറിച്ചും ഒന്ന് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. ഇതിൽ വോഹ്റ കമ്മിറ്റി കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി വോഹ്റ കമ്മിറ്റി. ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ 1993 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദെൻ ഹോം സെക്രട്ടറി എൻ വോഹ്റയുടെ നേതൃത്വം. അന്നത്തെ ഒരു 1993 ഹോം സെക്രട്ടറി ആയിരുന്ന എൻ വോഹ്റയുടെ നേതൃത്വത്തിലാണ് സ്റ്റഡി ദ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ലിങ്ക്സ് ബിറ്റ്വീൻ ക്രിമിനൽസ്, പൊളിറ്റീഷ്യൻസ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഉദ്യോഗ വൃന്ദത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ക്രിമിനൽസുകളെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ കുറ്റവാളികൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ എന്നിവരെ കുറിച്ചുള്ള ബന്ധത്തെ കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് 1993 അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന എൻ വോഹ്റയുടെ നേതൃത്വത്തിൽ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് വോഹ്റ കമ്മിറ്റി. 1993 അപ്പോയിന്റ് ചെയ്തത്. ഇതിന്റെ ചെയർമാൻഷിപ്പ് ആരായിരുന്നു? അന്നത്തെ ഹോം സെക്രട്ടറി ആയിരുന്നു വോഹ്റ. മെയിൻ ഫോക്കസിങ് ഏരിയ എന്തൊക്കെയായിരുന്നു അവരുടെ ശ്രദ്ധ കൊടുത്തത്? ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ അൺഹോളി കണക്ഷൻ ആൻഡ് പാരലൽ നെറ്റ്വർക്ക് റൺ ബൈ ദ ക്രൈംസ് സിൻഡിക്കേറ്റ്സ് അലോങ്സൈഡ് പൊളിറ്റീഷ്യൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ്. അതായത് രാഷ്ട്രീയക്കാരും ഭരണ ഉദ്യോഗസ്ഥന്മാരുടെയും ഇടയിലുള്ള കുറ്റകൃത്യ സിൻഡിക്കേറ്റുകളുടെ നടത്തുന്ന എന്താ പറയുന്നത് അവർ നടത്തുന്ന കണക്ഷൻസ്, അവരുടെ അൺഹോളി ആയിട്ടുള്ള കണക്ഷൻസുകൾ എന്തൊക്കെയാണ്, അവരുടെ പ്രധാനപ്പെട്ട അൺഹോളി കണക്ഷൻസുകൾ ഇവരുടെ ഇടയിൽ ഉണ്ടോ? അൺഹോളി കണക്ഷൻ ആൻഡ് പാരൽ നെറ്റ്വർക്ക് റൺ ബൈ ദ ക്രൈം സിൻഡിക്കേറ്റ് അലോങ്സൈഡ് പൊളിറ്റീഷ്യൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്. ഈ രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാരും ഭരണ ഉദ്യോഗസ്ഥന്മാരും ഒപ്പം കുറ്റകൃത്യ സിൻഡിക്കേറ്റുകളിലും നടത്തുന്ന അവിശുദ്ധമായിട്ടുള്ള ചില കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് വോഹ്റ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി കൂടാതെ ഇന്ദ്രജിത്ത് കമ്മിറ്റി എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. 1998 അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. വാസ് ആൻ ഒഫീഷ്യൽ ഗ്രൂപ്പ് ഇൻ ഇന്ത്യൻ ഫോക്കസ് ഓൺ ദി സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് ഇലക്ഷൻസ്. അതായത് ഇലക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ് ഫണ്ടിനെ കുറിച്ച് പുനരവലോകനം നടത്തുന്ന ഒരു കമ്മിറ്റി. ഇതിന് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്, എങ്കിലും ഞാൻ പറഞ്ഞു പോവാണ്. പാർഷ്യൽ ഇൻ കൈൻഡ് ഓഫ് സപ്പോർട്ട്. കാര്യം ഇത് നേരത്തെ നടന്ന പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. ആൻഡ് കർബിംഗ് മണി പവർ ഇൻ ദ പൊളിറ്റിക്സ്. Formed June 1998 by the government of India, the 8-member committee was led by veteran politician and Indrajit Gupta. ഒരു പാർലമെന്ററിയനും ഒരു വെറ്ററൻ പാർലമെന്ററിയൻ ആയിരുന്ന ഇന്ദ്രജിത് ഗുപ്തയുടെ നേതൃത്വത്തിൽ 1998 ഒരു 8-അംഗ കമ്മിറ്റിയെ ഇന്ത്യൻ ഗവൺമെന്റ് നിയോഗിക്കുകയുണ്ടായിട്ടുണ്ട്. 1998 ഇന്ത്യൻ ഗവൺമെന്റ് ഒരു 8-അംഗ കമ്മിറ്റി, ഒരു വെറ്ററൻ പാർലമെന്ററിയൻ ആയിരുന്ന ഇന്ദ്രജിത് ഗുപ്തയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. ആക്ച്വലി ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു കമ്മിറ്റി നിയോഗിച്ചതെന്ന് അറിയാമോ? ഇന്ത്യയിൽ ഒരു ഔദ്യോഗിക ഗ്രൂപ്പായിരുന്നു. തിരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ധനസഹായത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചൊരു കമ്മിറ്റിയായിരുന്നു. ഗ്രൂപ്പിൻ ഫോക്കസ്ഡ് ഓൺ ദ സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് ഇലക്ഷൻസ്. സംസ്ഥാനങ്ങളിൽ നമ്മൾ സ്റ്റേറ്റ് ഫണ്ടിങ് ഇലക്ഷൻ കൊടുക്കത്തില്ലേ, പാർഷ്യൽ ഇൻ കൈൻഡ് ഓഫ് സപ്പോർട്ട് ആൻഡ് കർബിംഗ് മണി പവർ ഇൻ ദ പൊളിറ്റിക്സ്. കൂടാതെ ഭാഗികമായിട്ടുള്ള സംസ്ഥാനത്തിനുള്ള ധനസഹായം, ഭാഗികമായിട്ടുള്ള സഹായം, രാഷ്ട്രീയത്തിലെ പിന്തുണ എന്നിവയെങ്കിൽ നമുക്കറിയാലോ രാഷ്ട്രീയ പിന്തുണമാർക്ക്. കർബിംഗ് മീൻസ് എന്ന് പറയുമ്പോൾ ഒരു പണാധിപത്യത്തെ, ആക്ച്വലി ഈ നമ്മൾ പണാധിപത്യത്തെ തടയുക എന്നുള്ള എന്താ പറയപ്പെടുന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. നമുക്കറിയാം സ്റ്റേറ്റ് ഇലക്ഷൻസ് ഒക്കെ, നമുക്ക് സംസ്ഥാന ഇലക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുന്നത് മണി പവർ, മസിൽ പവറും ഒക്കെ അവർ കാണിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള മണി പവറും മസിൽ പവറും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക, റിപ്പോർട്ട് സമർപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി. ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള കർബിംഗ് മണി പവർ പൊളിറ്റിക്സ് ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നുണ്ടോ, പാർഷ്യൽ ഇൻ കൈൻഡ് ഓഫ് സപ്പോർട്ട് ആൻഡ് കർബിംഗ് മണി പവർ ഇൻ പൊളിറ്റിക്സ്, ഇതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു എന്തെന്നറിയപ്പെടുന്നത്
Indrajit Gupta Committee. Okay, it focused on the state funding elections. State funding elections partial ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള any kind of support in curbing money power in politics that formed in June 1998 ആ ഒരു 8-അംഗ കമ്മിറ്റി ഒരു പാർലമെന്റേറിയൻ ആയിരുന്ന ഇന്ദ്രജിത് ഗുപ്തയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത് ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി. ക്ലിയർ ആണല്ലോ? ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മണി പവർ മസിൽ പവർ പ്രാധാന്യമൊക്കെ നടക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പണാധിപത്യത്തെ ഇല്ലെങ്കിൽ ആ മണി പവറിനെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വന്നൊരു കമ്മിറ്റി ആയിരുന്നു ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി. ഓക്കെ ആണല്ലോ? ഇലക്ഷൻ സമയത്താണ് ഇത്തരത്തിലുള്ള എന്താ പറയുന്ന പരിപാടികളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാറുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സെൻ കമ്മിറ്റിയാണ്. സെൻ കമ്മിറ്റി മോസ്റ്റ് പ്രോമിനന്റ്ലി റിഫേഴ്സ് ടു ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ കമ്മിറ്റിയാണ്. അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് ARCS ഓർ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ പാനൽ ഹെഡഡ് ബൈ പ്രണോബ് സെൻ. ആരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി വന്ന? പ്രണോബ് സെന്നിന്റെ നേതൃത്വത്തിലാണ്. പ്രണോബ് സെന്നിന്റെ നേതൃത്വത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പാനലിനെ സൂചിപ്പിക്കുന്ന ഒരു കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. ദ മോസ്റ്റ് പ്രോമിനന്റ്ലി റിഫേഴ്സ് ടു, ഇവര് പ്രധാനമായിട്ട് റിഫർ ചെയ്ത് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ദ ഇന്ത്യൻ കമ്മിറ്റിയാണ് അസറ്റ് റീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. റിസർവ് ബാങ്കിന്റെ പിന്നെ ആസ്തിയെ പുനരവലോകനം ചെയ്യുക എന്നതിന് വേണ്ടിയിട്ട് നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്, പ്രണബ് സെന്നിന്റെ നേതൃത്വത്തിൽ നിയോഗിച്ച കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അസറ്റ് റീകൺസ്ട്രക്ഷൻസ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ദെൻ ഇനി നമുക്ക് വേണ്ടപ്പെട്ട മറ്റൊരു കമ്മിറ്റിയും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ പഠിക്കണം. അത് ഏത് കമ്മിറ്റിയാണ് നമുക്കറിയാം? മുഹിറാം സൈക്കിയ കമ്മിറ്റി 1996 to 1997 റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ ഈ കമ്മിറ്റിയുടെ പ്രത്യേകത, ഫോർമേഷൻ ഡേറ്റ് 1996 ഓഗസ്റ്റ് 29 വന്നത്. ചെയർഡ് ബൈ ദ ദെൻ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ HRD എഡ്യൂക്കേഷൻ ഫോർ ദ റിവ്യൂ ദ പ്രൈമറി എഡ്യൂക്കേഷനെ പുനരവലോകനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി അന്നത്തെ എന്താ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു കമ്മിറ്റിയാണ് മുഹിറാം സാക്കിയ കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇതെന്നാണ് വന്നത്? സബ്മിഷൻ ഡേറ്റ് 1997 അവർ സബ്മിറ്റ് ചെയ്തു. ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു January 15 ആഫ്റ്റർ കൺസൾട്ടിങ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അതായത് എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് 13 സ്റ്റേറ്റ്സുകളുമായിട്ട് കൂടിയാലോചനകളൊക്കെ നടത്തിയാണ് ഇവര് കമ്മിറ്റി സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. കോർ റെക്കമെൻഡേഷൻ എന്തായിരുന്നു? ഈ ഒരു എഡ്യൂക്കേഷൻ കമ്മീഷന്റെ കോർ റെക്കമെൻഡേഷൻ, അഡ്വൈസർ അമെൻഡിങ് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യണം ടു മേക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എലിമെന്ററി എഡ്യൂക്കേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് അപ് ടു 14 ഇയേഴ്സ് ഓഫ് ഏജ്. അതായത് ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്നും അതിന് ഭരണഘടനയുടെ ഭേദഗതി ചെയ്യാൻ, അപ്പൊ മൗലിക അവകാശത്തിന്റെ ഭാഗമായി ഇതിനെ ഭേദഗതി ചെയ്യാൻ ഈ കമ്മീഷൻ ശുപാർശ ചെയ്തു. ഭരണഘടന എന്ന കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ വേണ്ടി അഡ്വൈസ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. അത് നോക്കി വെക്കുക. ദെൻ ഇനി ഇതിന്റെ പ്രൊവിഷൻ സജസ്റ്റഡ് എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഫ്രീ ട്യൂഷൻ, ഫ്രീ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പ്രൈമറി സ്റ്റുഡൻസ് ആൻഡ് ഗേൾസ് അപ് ടു ദ അപ്പർ പ്രൈമറി ലെവൽ ആൻഡ് എസെൻഷ്യൽ സ്റ്റേഷനറി. അതായത് സൗജന്യ ട്യൂഷൻ പ്രൈമറി വിദ്യാർത്ഥികൾക്കും അപ്പർ പ്രൈമറി തലം വരെയുള്ള പെൺകുട്ടികൾക്കും സൗജന്യ പാഠപുസ്തകങ്ങളും സ്റ്റേഷനറികളും അനുവദിച്ചു കൊടുക്കുക എന്ന് റെക്കമെൻഡ് ചെയ്തു. Okay. In fact, paved the way for the 86th Constitutional Amendment Act 2002, the Right to Education Act. ഇങ്ങനെ ഈ ഒരു കമ്മിറ്റിയുടെ ഫലമായിട്ടാണ് 86ാമത് ഭരണഘടനാ ഭേദഗതി 2002 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് മുഹിറാം സാക്കിയ കമ്മിറ്റി. അറിയില്ലല്ലേ? നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു പോവുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാ യൂണിറ്റ്സുകളും കവർ ചെയ്തിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂൾസുകളെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു പോയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ വേണ്ടപ്പെട്ടിട്ടുള്ള ഇന്റർനാഷണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ട്രീറ്റീസുകളും കമ്മിറ്റികളൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ബുക്സും ഓതേഴ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പിന്നെ സ്റ്റേറ്റ്മെന്റുകൾ, പിന്നെ ആർട്ടിക്കിൾസുകളൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ എളുപ്പമായിരിക്കും. അറിയില്ലാത്ത ആർട്ടിക്കിൾസുകളൊന്നും നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ സെറ്റ് പൊളിറ്റിക്കൽ സയൻസ് എക്സാമിനേഷൻ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു പോകേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഓക്കെ, താങ്ക് യു.